നമസ്കാരം. കൃഷിദർശൻ തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. നമുക്കറിയാം, ബഹുഭൂരിപക്ഷം മാംസാഹാര പ്രിയരുള്ള നാടാണ് കേരളം. മലയാളിയുടെ തീന്മേശമേൽ എത്തുന്ന വിവിധ രുചികളിൽ മികച്ച സംഭാവന നൽകുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനം കേരളത്തിലുണ്ട്. കൂത്താട്ടുകുളത്തെ ഇടയാറുള്ള മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യ. ഹോട്ട് ഡോഗ്, സലാമി, ഹാംബർഗർ, ചിക്കൻ കറി, മട്ടൻ കറി എന്നിങ്ങനെ വിവിധ രുചികൾ MBI കേരളത്തിന് സമ്മാനിച്ചിട്ടുണ്ട്. എന്നാൽ ഈ രുചികളുടെ സൃഷ്ടിക്ക് പിന്നിൽ കേവലം ഉദ്യോഗസ്ഥരോ സാങ്കേതികവേത്തരോ മാത്രമല്ല, കർഷകരുടെ വലിയൊരു പങ്കാളിത്തം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ നിരവധി കർഷകപ്രിയ പദ്ധതികൾ MBI സംഭാവന ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് MBIയുടെ കർഷകപ്രിയ പദ്ധതികൾ? എങ്ങനെയാണ് ആ ആനുകൂല്യം നേടേണ്ടത്? എങ്ങനെയാണ് MBIയുടെ പ്രവർത്തന ശൈലി? എന്നിവ വ്യക്തമാക്കുകയാണ് ഇന്നത്തെ തത്സമയ കൃഷിദർശൻ. നമ്മോടൊപ്പം ഈ പ്രോഗ്രാമിൽ അതിഥിയായി ചേരുന്നത് മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യയുടെ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ M. സുരേഷ് കുമാറാണ്. സ്വാഗതം ചെയ്യാം ഡോക്ടർ സുരേഷ് കുമാറിനെ കൃഷിദർശൻ പരിപാടിയിലേക്ക്. സ്വാഗതം. സർ, 1968 ഒരു ബേക്കൺ ഫാക്ടറിയായി ആരംഭിച്ച പ്രസ്ഥാനമാണ് ഈ മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യ. അപ്പം അങ്ങനെ നോക്കിയാൽ ഇപ്പോൾ ഏതാണ്ട് ഒരു 4-4.5 പതിറ്റാണ്ട് പിന്നിട്ടിരിക്കുകയാണ്. ഒരു സ്വയം വിലയിരുത്തൽ നടത്തിയാൽ എത്രത്തോളം ഈ പ്രസ്ഥാനം മുന്നേറിയിട്ടുണ്ട് എന്നാണ് അങ്ങ് കരുതുന്നത്? ഇവിടെ സൂചിപ്പിച്ചതുപോലെ 1968 ആണ് ഈ സ്ഥാപനത്തിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത്. 68 ഇത് ബേക്കൺ ഫാക്ടറി ആയിട്ടാണ് ഇത് പ്രവർത്തനം ആരംഭിച്ചത്. അതായത് പ്രധാനമായിട്ടും പന്നിയുടെ സ്ലോട്ടറും സംസ്കരണവുമാണ് തുടങ്ങി വെച്ചത്. അത് കഴിഞ്ഞ് 1974 മീറ്റ് പ്രോഡക്ട്സ് ഓഫ് ഇന്ത്യ എന്ന പേരിലുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനമായിട്ട് ഇത് പ്രവർത്തനം ആരംഭിച്ചത്. അന്നു മുതൽ തീർച്ചയായിട്ടും നമ്മുടെ ഗുണഭോക്താക്കൾക്ക് വളരെ പ്രിയങ്കരമായ രീതിയിലുള്ള ധാരാളം ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ച് വിപണിയിലെത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് മീറ്റ് പ്രോഡക്ട്സ് ഓഫ് ഇന്ത്യ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഏറ്റവും ശുചിയായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ച് ജനങ്ങൾക്ക് മുമ്പിൽ, ഉപഭോക്താക്കൾക്ക് മുമ്പിൽ എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതുപോലെ തന്നെ ഇപ്പോൾ വളരെയധികം കേരളത്തിലെ ജനങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുന്നതാണ് ഭക്ഷ്യസുരക്ഷ എന്ന് പറയുന്ന സംഗതി. അതായത് കഴിക്കുന്ന ഭക്ഷണം സുരക്ഷിതമായിരിക്കണം, മിനിമം സുരക്ഷിതമായിരിക്കണം എന്നെങ്കിലും ഒരു വിശ്വാസത്തോടുകൂടി കഴിക്കാൻ പറ്റും എന്നുള്ളൊരു ഒരു ഉറപ്പെങ്കിലും അവർക്ക് വേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ഉറപ്പ് നല്ലവണ്ണം നൽകാൻ, 100% നൽകാൻ MBIക്ക് കഴിയുമോ? തീർച്ചയായിട്ടും മീറ്റ് പ്രോഡക്ട്സ് ഓഫ് ഇന്ത്യയുടെ ലക്ഷ്യവും അതുതന്നെയാണ്. മീറ്റ് പ്രോഡക്ട്സ് ഓഫ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അവിടെ സ്ലോട്ടർ ചെയ്യുന്ന ഉരുക്കൾ, അത് കാള, പോത്ത്, ആട്, കോഴി ഏതു തന്നെയാണെങ്കിലും ശരി തന്നെ, ഇവയെ സ്ലോട്ടർ ചെയ്യുന്നതിന് മുമ്പായിട്ട് വിദഗ്ധ വെറ്റിനറി ഡോക്ടർമാർ ഇവയെ പരിശോധിക്കുന്നു. നമ്മുടെ ഉരുക്കളയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 8 മുതൽ 24 മണിക്കൂർ വരെ ഇതിനെ വീക്ഷിക്കുന്നതും അതിൻ്റെ ഏതെങ്കിലും രോഗം ഉണ്ടോ എന്നുള്ളതിന് അതിൻ്റെ സിംറ്റംസ് പരിശോധിക്കുന്നതും, അതുപോലെ തന്നെ അതിനെ മൂവ് ചെയ്യിപ്പിച്ചിട്ട് അതിന് എന്തെങ്കിലും രോഗലക്ഷണങ്ങളുണ്ടോ എന്നും ഒക്കെ വിദഗ്ധമായിട്ട് ഡോക്ടർമാർ പരിശോധിച്ച് രോഗങ്ങൾക്ക് അടിമയല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് ഈ ഉരുക്കളെ സ്ലോട്ടർ ഹൗസിലോട്ട് പ്രവേശിപ്പിക്കുന്നത്. അപ്പോൾ അതിന് ശേഷവും എന്തെങ്കിലും കാരണവശാൽ പോസ്റ്റ്മോർട്ടത്തിൽ എന്തെങ്കിലും അസുഖലക്ഷണങ്ങളോ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ തന്നെ അതിനെ മാംസോൽപാദനത്തിന് ഉപയോഗിക്കുന്നതല്ല, അവയെ റെൻഡറിംഗ് പ്ലാന്റിലോട്ട് മാറ്റി നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്.
സംസ്ഥാനമാകെ വിവിധ സൂപ്പർ മാർക്കറ്റുകളിൽ അല്ലാതെ തന്നെ മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യക്കും പല ഔട്ട്ലെറ്റുകളുണ്ട്. ധാരാളം പ്രോഡക്റ്റുകൾ, പോർക്കിൻ്റെ ആയാലും അതോടൊപ്പം തന്നെ ചിക്കൻ്റെ ആയാലും ധാരാളം പ്രോഡക്റ്റുകളും മാർക്കറ്റിലുണ്ട്. അങ്ങയുടെ ഒരു വിലയിരുത്തൽ, കമ്പനിയുടെ ഒരു വിലയിരുത്തലിൽ ഏറ്റവും കൂടുതൽ ജനപ്രിയമായ പ്രോഡക്റ്റ് ഏതാണ് കമ്പനിയുടെ? ഞങ്ങളുടെ സാധാരണ കണ്ടുവരുന്നത് ഏറ്റവും കൂടുതൽ ജനപ്രിയമായിട്ട് ജനങ്ങൾ ഇഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് ചിക്കൻ സോസേജാണ്. സോസേജ് ഇവിടെയുണ്ട്. ചിക്കൻ സോസേജ് ധാരാളം മാർക്കറ്റിൽ ചൂടപ്പം പോലെ വിറ്റഴിയുന്ന ഒരു സംഭവമാണ്. ഒരു റെഡി ടു കുക്കാണല്ലേ? അതെ അതെ, റെഡി ടു കുക്കാണ്. റെഡി ടു കുക്ക്. അതെ അതെ അതെ. ഇത് വാങ്ങിച്ചുകൊണ്ട് പോകുന്നവർക്ക് ഇത് പാക്കറ്റ് കയറുന്നു, നേരെ ഫ്രൈ ചെയ്ത് കഴിക്കാം. അത് കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല പ്രോഡക്റ്റ്. പൊതുവെ ചിക്കൻ്റെ ആയതുകൊണ്ട് ധാരാളം വീട്ടമ്മമാർക്കൊക്കെ വലിയ ഇഷ്ടമുള്ള ഒരു പ്രോഡക്റ്റ് ആയിട്ടാണ് ഞങ്ങൾ കാണുന്നത് ചിക്കൻ സോസേജ്. ചിക്കൻ സോസേജ്. മറ്റൊന്ന് അതുപോലെ തന്നെ കോക്ടെയിൽ സോസേജ്. കോക്ടെയിൽ സോസേജും വളരെ ജനപ്രിയമായിട്ടുള്ള, വളരെ ഇതാണ് കോക്ടെയിൽ, ഗുണഭോക്താക്കൾ ഇഷ്ടപ്പെടുന്ന ഒരു പ്രോഡക്റ്റാണ് കോക്ടെയിൽ സോസേജ്. എന്താ ഈ കോക്ടെയിൽ എന്തൊക്കെ ചേർന്നതാണ് കോക്ടെയിൽ? അതിനകത്ത് പ്രധാനമായിട്ടും പോർക്ക് ആണ്. പോർക്ക് കോക്ടെയിൽ നല്ല രീതിയിൽ പോകുന്നത്, നല്ല രീതിയിൽ നല്ല ഡിമാൻഡുള്ള ഒരു പ്രോഡക്റ്റാണ്. ഗുണഭോക്താക്കളെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു പ്രോഡക്റ്റുകളിലൊന്നാണ് അത്. ഇത് ഔട്ട്ലെറ്റുകളിൽ ഇത് പരമാവധി ലഭ്യമാണോ? അതെ, ഇത് ഔട്ട്ലെറ്റുകളിലെല്ലാം ലഭ്യമാക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പ്രോഡക്റ്റാണ് നമ്മുടെ കട്ട്ലറ്റ്. ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ബീഫ് കട്ട്ലറ്റ് എന്ന് പറഞ്ഞാലും വളരെ നല്ല ജനപ്രിയം കിട്ടിയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. പക്ഷേ അതിൻ്റെ പിന്നെ ഡിമാൻഡ് അനുസരിച്ച് ഞങ്ങൾക്ക് സപ്ലൈ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇന്ന് നിലവിലുള്ളത്. പക്ഷേ അത് കൂടുതൽ അതിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങളതിൻ്റെ മെഷീനറി സംവിധാനങ്ങൾ ഇപ്പോൾ ഏകദേശം ഒരു 2 ആഴ്ചയ്ക്കകത്ത് തന്നെ അത് വരുന്നതാണ്, കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം. നമുക്ക് അതിലേക്ക് വരാം. ഒരു കോളുണ്ട്. ഹലോ, സ്വാഗതം. കൃഷിദർശൻ, ആരാണ്? ചെറിയാൻ മറ്റു സാറേ, കോട്ടയത്ത് നിന്ന്. കോട്ടയത്ത് നിന്ന് ചെറിയാനാ? ചെറിയാന് സുരേഷ് സാറുണ്ട്, ചുരുക്കി ചോദിച്ചോളൂ. സാറേ, സാറിന്റെ പരിചയമുണ്ടെന്ന് തോന്നുന്നു. ഞാൻ കടക്കനാഥ് കോഴിയെ വളർത്തുന്നുണ്ട്, മധ്യപ്രദേശിൽ നിന്ന് ചാണ്ടിയിൽ കൊണ്ടുവന്നേ. കോഴിയോ? കടക്കനാഥില്ലേ, കരിങ്കോഴി. ഓ, അത് ശരി. അതിന്റെ വാല്യൂ ഫോഴ്സ് പ്രിസർവേറ്റീവ് ചേർക്കാതെ സൂപ്പോ രസായനം ഉണ്ടാക്കാൻ പറ്റുമോ? അത് സംസ്കരിക്കണം. അല്ല, അതൊരു പുതിയ പ്രോഡക്റ്റായിട്ട് നമുക്ക് അതിനെക്കുറിച്ച് തീർച്ചയായിട്ടും അതിൻ്റെ ഡിമാൻഡും കൂടെ പരിഗണിച്ചുകൊണ്ട് അത് പരിശോധിക്കാവുന്നതാണ്. അല്ല, പ്രിസർവേറ്റീവ്സ് ചേർക്കാതെ എത്ര നാൾ ഇരിക്കുമെന്ന് മനസ്സിലാക്കണം. മാംസം മാത്രം പ്രിസർവേറ്റീവ്സ് ചേർക്കാതെ ആയുർവേദ മെഡിസിനൂടെ ചേർത്തുകൊണ്ട് ഇത് സൂപ്പാക്കി മാറ്റണം. എല്ലും മാംസവും മാത്രം സംസ്കരിക്കണം. തീർച്ചയായിട്ടും നമ്മൾ അതിനെക്കുറിച്ച് തീർച്ചയായിട്ടും വിദഗ്ധ ആയുർവേദ ഡോക്ടർമാരുമായിട്ട് തന്നെ ഒന്ന് പിന്നെ ആശയവിനിമയം നടത്തി അതിൻ്റെ ഡിമാൻഡ് അനുസരിച്ചിട്ട് നമുക്ക് തീർച്ചയായിട്ടും അത് പരിഗണിക്കാവുന്ന ഒരു വിഷയമാണ്. എങ്ങനെ കോൺടാക്ട് ചെയ്യുന്നത്? അത് എൻ്റെ ഫോൺ നമ്പർ ചെറിയാൻ, നമ്മുടെ ഈ പ്രോഗ്രാം തീരുമ്പോൾ ഡിസ്പ്ലേ ലൈനിൽ സാറിൻ്റെ നമ്പർ ഉണ്ടാവും, അത് എഴുതിയെടുത്തോ, വിളിച്ചാൽ മതി. ചെറിയാൻ വിളിച്ചതിന് മതി, വീണ്ടും വിളിക്കണം. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ ഈ ചിലപ്പോൾ ചെറിയാൻ ചോദിച്ചതിൽ നിന്ന് മനസ്സിലാവുന്ന വെച്ചാൽ വളരെ ദീർഘകാലം നിലനിൽക്കുന്ന, പ്രിസർവേറ്റീവുകൾ ചേർക്കാതെ ദീർഘകാലം നിലനിൽക്കുന്ന ഒരു പ്രോഡക്റ്റിനെ കുറിച്ചാണ്. അപ്പോൾ അങ്ങനെ MPയുടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോഡക്റ്റ് അടുത്തിടയ്ക്ക് ലോഞ്ച് ചെയ്തിരുന്നു, മട്ടൻ കറി. അതെ. ഒരു വർഷം അത് 1 വർഷത്തോളം തന്നെ നമ്മുടെ ഫ്രിഡ്ജിലോ ഫ്രീസറിലോ വെക്കാതെ തന്നെ അതിൻ്റെ കീപ്പിംഗ് ക്വാളിറ്റി ഏകദേശം 1 വർഷത്തോട് നമുക്ക് കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത്? അല്ല, ഇതിനെ സംബന്ധിച്ചിടത്തോളം ഒരു സെമി, കൂടെ എലോബറേറ്റായിട്ട് ഞാൻ പറയുന്നില്ല, എന്നാലും ഒരു സെമി കുക്ക് ചെയ്ത് ഇത് പിന്നെ ബോട്ടിൽ ഇതിനകത്ത് ആക്കിയതിന് ശേഷം ഇതിന് വീണ്ടും ഇതിൻ്റെ അകത്തുള്ള വാക്യൂം മുഴുവൻ നമ്മൾ പമ്പ് ചെയ്ത് വെളിയിലാക്കിയതിന് ശേഷം അത് സീൽ ചെയ്ത് അത് കുക്ക് ചെയ്ത് അത് പിന്നെ പാക്ക് ചെയ്ത് കൊടുക്കുക, ലേബലൊട്ടിച്ച് കൊടുക്കുക ആണ് പിന്നെ വിൽപ്പന നടത്തുന്നത്. ഈ നമ്മുടെ MPയെ കുറിച്ചുള്ളൊരു പൊതുവെ ആശയവും നിങ്ങൾ ഈ റെസിപ്പി ഒന്നും ആളുകൾക്ക് പറഞ്ഞു കൊടുക്കില്ല എന്നുള്ളത്. ഇതെങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഇത് ആരാണ് ഇത് ഉണ്ടാക്കുന്നത് ശരിക്കും? ഇത് പ്രത്യേക ട്രെയിനിങ് നൽകിയ വിഭാഗ ആളുകളാണോ? തീർച്ചയായിട്ടും ഇതിന് പ്രത്യേകം ട്രെയിനിങ് നൽകിയിട്ടുള്ള പിന്നെ ജീവനക്കാരുണ്ട്. ആ ജീവനക്കാർ തന്നെയാണ് ഇത്. കാരണം ഏറ്റവും കൂടുതൽ ഏറ്റവും നല്ല ടേസ്റ്റി ആയിട്ടുള്ള പ്രോഡക്ട്സുകൾ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും നമ്മുടെ ജനങ്ങളിൽ നിന്നുള്ള ഒരു ഡിമാൻഡ് കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാകാറുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ ഈ ഉപഭോക്താക്കളുടെ കാര്യം പറയുന്നതോടൊപ്പം തന്നെ MPയിൽ കൂടുതലൊരു വിശ്വാസ്യത വരാൻ കാര്യം എന്ന് വെച്ചാൽ ആഭ്യന്തരമായി സംഭരിക്കുന്ന ഇറച്ചി, മാംസം, അതായത് ആഭ്യന്തരമായി വളർത്തുന്ന മൃഗങ്ങളെയും പക്ഷികളെയും കമ്പനി നേരിട്ടെടുത്ത് കർഷകർക്കൊരു തുകയും കൂടെ നൽകുന്ന ഒരു സ്കീം കൂടി കമ്പനി നടപ്പിലാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന
പ്രേക്ഷകർ ധാരാളം പേർ കർഷകരാണ്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ ഏതാണ് ഏറ്റവും ജനപ്രിയമായി, ഏറ്റവും കർഷകപ്രിയമായി MPA നടപ്പിലാക്കുന്ന പദ്ധതി? അല്ല, ഇപ്പോഴും നമ്മുടെ നിലവിലുള്ള ഒരു പദ്ധതി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പന്നിക്കുഞ്ഞുങ്ങളെ കർഷകർക്ക് നൽകുകയും അതുപോലെ തന്നെ അതിനെ അവർ വളർത്തിയതിന് ശേഷം അതിനെ മാർക്കറ്റ് റേറ്റ് അനുസരിച്ചിട്ട് നമ്മുടെ ബൈബാക്ക് ചെയ്യുകയും ചെയ്യുന്ന ഒരു നല്ലൊരു പദ്ധതി ഉണ്ട്. അതിൽ ഏകദേശം 50% സബ്സിഡി നമ്മുടെ ഇതിന് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പന്നിക്കുഞ്ഞുങ്ങൾക്കും 50% സബ്സിഡി ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ കേജ് ഇത് പിന്നെ ഷെൽട്ടർ ഉണ്ടാക്കുന്നതിന് 50% ഉണ്ട്. പിന്നെ അതുകൂടാതെ ബയോഗ്യാസ് പ്ലാന്റ് സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതിനും മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യ നേരിട്ട് നൽകുന്ന സബ്സിഡി. ഇതെല്ലാം നേരിട്ട് പിന്നെ മീറ്റ് പ്രോഡക്ട്സ് ഓഫ് ഇന്ത്യ നേരിട്ട് കർഷകർക്ക് നൽകുന്ന ഒരു പ്രധാന പദ്ധതിയാണ്. ഇത് കൂടാതെ ഞങ്ങൾ ഇപ്പോൾ കണ്ണൂർ മുണ്ടയാട് റീജിയണൽ പൗൾട്രി ഫാമിനകത്തുനിന്ന് ഏകദേശം ഒരു 85 സെൻറ്റ് സ്ഥലത്തോളം അവർ അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സ്ഥലത്ത് ഒരു പൗൾട്രി പ്രോസസ്സിംഗ് പ്ലാന്റ് ഏകദേശം ഒരു 5000 ബേഡ്സിനെ ഒരു ദിവസം പ്രോസസ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ഒരു പൗൾട്രി പ്രോസസ്സിംഗ് പ്ലാന്റ് നിർമ്മിക്കാനായിട്ടുള്ള സംവിധാനങ്ങൾ ആയിട്ട് മുമ്പോട്ട് പോവുകയാണ്. അതുമാത്രമല്ല, അവിടെ പ്രോസസ്സിംഗ് നടത്തി ഗുണമേന്മയേറിയ മീറ്റ്, പൗൾട്രി മീറ്റ് ഗുണഭോക്താക്കൾക്ക് എത്തിക്കുക എന്നതിലുപരി അവിടെയുള്ള കർഷകരെ, ഇതിന് ചുറ്റുമുള്ള പ്രദേശത്തുള്ള കർഷകർക്ക് കോഴിക്കുഞ്ഞുങ്ങളെ കൊടുത്ത്, ബ്രോയിലർ കോഴിക്കുഞ്ഞുങ്ങളെ കൊടുത്ത് അതിനെ വളർത്തി അവർക്ക് നല്ലൊരു ആദായം അതിൽ നിന്നുണ്ടാകത്തക്ക രീതിയിൽ അതിനെ ബൈബാക്ക് ചെയ്ത് ഞങ്ങൾ വാങ്ങി ഈ പ്രോസസ്സിംഗ് പ്ലാന്റിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് രീതിയിലാണ് ഞങ്ങളുടെ ഈ പ്രോജക്റ്റിനെ ലക്ഷ്യമിടുന്നത്. പ്രധാനമായിട്ടും നമ്മുടെ ബഹുമാന്യനായ കൃഷി വകുപ്പ് മന്ത്രി ഇതിന് വളരെയേറെ ഊന്നൽ കൊടുത്തിട്ട് ഇമ്മീഡിയറ്റായിട്ട് നടപ്പിലാക്കാനുള്ള സത്വര നടപടികൾ പിന്നെ എടുത്തു വരുന്നുണ്ട്. ഇപ്പോൾ ബീഫായി, അതോടൊപ്പം തന്നെ കോഴിയുടെ കാര്യവും അങ്ങ് പറഞ്ഞു. അതുപോലെ തന്നെ വലിയ ഡിമാൻഡുള്ള ഒരു മീറ്റാണ് ഈ മട്ടൻ. ആടിനെ, അതെ അതെ, ആട്ടിൻകുട്ടികളെ നൽകുന്ന പദ്ധതി ഒന്നും ആയില്ലേ? അല്ല, ഇതിപ്പോൾ ഇപ്രാവശ്യം ഞങ്ങളുടെ പിന്നെ ഒരു പദ്ധതി RKVY പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രോജക്റ്റ് സമർപ്പിച്ചിട്ടുണ്ട്. അതായത് കേരളത്തിലെ 10,000 സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന വനിതകൾക്ക് 6 മാസം പ്രായം വരുന്ന ആടിനെ ഒരാടിന് വീതം കൊടുത്തിട്ട് 10 പേരടങ്ങുന്ന ഒരു ബ്ലോക്ക് ലെവൽ സൊസൈറ്റികൾ ഫോം ചെയ്യുക. അതുപോലെ തന്നെ 10 പേരടങ്ങുന്ന സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ രൂപീകരിക്കുക. എന്നിട്ട് ഈ ഓരോ കുടുംബത്തിനും ഓരോ പെണ്ണാടിനെ കൊടുക്കുന്നു. അതുകൂടാതെ 10 മെമ്പർമാർ ചേർന്നിട്ടുള്ള ആ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിന് ഒരു ആണാടിന് കൂടെ കൊടുക്കത്തക്ക രീതിയിലുള്ള ഒരു സമഗ്രമായിട്ടുള്ള ഒരു പദ്ധതിക്ക് വേണ്ടി ഞങ്ങളുടെ പദ്ധതി സമർപ്പിച്ചു കഴിഞ്ഞു. ഏകദേശം അത് ലഭ്യമാകും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയും അതിന് KP മോഹൻ സാറും അതിന് വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. നമുക്കതിലേക്ക് വരാം. ഒരു കോളുണ്ട്. ഹലോ, സ്വാഗതം. കൃഷിദർശൻ, ആരാണ് സാർ? പേര് പറഞ്ഞോളൂ. ഞാൻ നിസാറാണ്, കരുനാഗപ്പള്ളി. കരുനാഗപ്പള്ളി നിസാറാ? നിസാറ ചോദിച്ചോളൂ. സുരേഷ് സാറുണ്ട്, ചോദിച്ചോളൂ. സാർ, എനിക്കൊരു ഡൗട്ട് ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ്. നിസാറ, TV-യുടെ വോളിയം അല്പം കുറച്ച് വയ്ക്കൂ. ഓക്കെ ഓക്കെ. ഇനി ചോദിച്ചോളൂ നിസാർ, ചോദിച്ചോളൂ. നിസാറേ കേൾക്കാമല്ലോ, ചോദിച്ചോളൂ. ചോദിക്കും. ഞാൻ ഈ വോളിയം കറക്റ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ അത് ഫാൾട്ട് ആവും. അതുകൊണ്ടാണ് നല്ലോണം കുറച്ച് കേട്ടോ. നല്ലോണം കുറച്ചോളൂ, സമയക്കുറവുണ്ട് നമുക്ക്, അതാ. സാർ, ഇത് ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ, ശരിക്കും ഇത് മുസ്ലിംസ് ഈ ഹലാൽ ചിക്കൻ എന്നുള്ള രീതിയിൽ ഇത് യൂസ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ട് വരുന്നുണ്ട്. ഹലാലായിട്ട് ഒരു ചിക്കൻ വരികയാണെങ്കിൽ മാത്രമേ അത് മേടിക്കത്തുള്ളൂ. അപ്പൊ ഈ സ്ലോട്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും കയറ്റി തലയറുത്തം കളയുന്ന ഒരു രീതിയാണെങ്കിൽ തീർച്ചയായിട്ടും മുസ്ലിംസ് അത് ഉപയോഗിക്കാൻ സാധ്യത കുറവാണ്. അപ്പൊ ഞാൻ ഇതുപോലെ, എനിക്ക് ഒരു പ്രാവശ്യം ഇതുപോലൊരു ഭാഗത്ത് ഞാൻ പോയി ഇത് മേടിക്കാൻ വേണ്ടി പോയിട്ട് അവര് ഒരു വ്യക്തത തന്നില്ല. നിസാറെ, മനസ്സിലായി. ഹലാൽ ചിക്കൻ ആണോ അങ്ങനെ കൊടുക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഇപ്പോൾ ഏകദേശം ഹലാൽ രൂപത്തിലാണ് ഞങ്ങളുടെ പിന്നെ പൗൾട്രിയെ സംബന്ധിച്ചിടത്തോളം പൗൾട്രി പ്രോസസ്സിംഗ് നടത്തുന്നത്. നമ്മുടെ പ്രസ്തുത സമുദായത്തിലുള്ള ആൾക്കാരെ തന്നെ നമ്മുടെ അതിന് വേണ്ടുന്ന പരിശീലനം കൊടുത്തിട്ട് അവരുടെ മേൽനോട്ടത്തിലാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇതൊരു ഹലാൽ ഉൽപ്പന്നമായിട്ട് തന്നെ പൗൾട്രിയെ നമുക്ക് പിന്നെ ഉപയോഗിക്കാം.
സാറേ ശരിയാണ്. ഞാൻ പറയുന്നതെന്ന് വെച്ചാല് വിപണനത്തിന് വേണ്ടി സാധാരണ വെളിക്കെന്താണ് ചെയ്യാറുള്ളത്, സാധാരണ ഇങ്ങനെ തന്നെ ഉള്ള ഒരു പ്രിന്റ് ചെയ്തൊക്കെ വരും. പക്ഷെ ഞാൻ അന്ന് ഇത് മേടിക്കാതെ തിരിച്ചു പോയ ആളാണ്. എന്ന് വെച്ചാൽ ഇത് തീർച്ചയായിട്ടും ഇത് മേടിക്കണമെന്നും ആഗ്രഹത്തോടു കൂടി തന്നെ എന്റെ ആളാണ്. പല സാധനം ഞാൻ എടുത്തു വെച്ചു. പക്ഷെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു വ്യക്തത തരാത്തത് കൊണ്ടാണ് ഞാൻ അതിൽ നിന്ന് ഒഴിവായത്. ആ കാര്യത്തിൽ ഒരു വ്യക്തത ഹലാൽ ചിക്കൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭ്യമാകുന്നത് ഹലാൽ ചിക്കൻ തന്നെ ആയിരിക്കും. ഓക്കെ, അത് ഒരു വ്യക്തത കിട്ടിയത് വളരെ നിസാർ. അപ്പോൾ ഹലാൽ ചിക്കൻ ഇനി തീർച്ചയായും ലഭ്യമാവും. വിളിച്ചതിന് നന്ദി. വീണ്ടും വിളിക്കണം. അതുപോലെ തന്നെ ഈ കേരളത്തിലെ മാംസോൽപാദന രംഗം അടിമുടി പരിഷ്കരിക്കേണ്ടതാണ് എന്നൊരു അഭിപ്രായം പരിഷ്കൃത സമൂഹത്തിന് ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ പലയിടത്തും ഒരു പൊതുമേഖലയിലായാൽ പോലും അല്ലെങ്കിൽ സർക്കാരോ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോ നടത്തുന്നതായാൽ പോലും ഒരു നല്ലൊരു അറവുശാല, ശാസ്ത്രീയമായ രീതിയിൽ കശാപ്പ് ചെയ്യുന്ന ഒരു ശാല കേരളത്തിലില്ല. അപ്പോൾ അതിനൊരു മാതൃക മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യ കാട്ടിക്കൊടുക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ സൂചിപ്പിച്ചത്. നമ്മുടെ മീറ്റ് പ്രോഡക്ട്സ് ഓഫ് ഇന്ത്യ ഇതാണ് ശരിക്കും കേരളത്തിലെ ഏക മാംസോൽപാദന പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ളത്. പക്ഷേ ഇത്രയും നാൾ പിന്നിട്ടു എങ്കിലും തീർച്ചയായിട്ടും അതിന് വേണ്ടുന്ന ഒരു മുന്തിയ പരിഗണന ഇത് ലഭിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മുടെ ഈ സ്ഥാപനത്തിൽ ഞാനും ഏകദേശം ഒരു 1.5 വർഷത്തിന് മുമ്പ് ജോയിൻ ചെയ്ത ഒരു ഉദ്യോഗസ്ഥനാണ്. ഈ പ്രസ്ഥാനമൊന്ന് വളർത്തിയെടുക്കണം എന്നുള്ള ബഹുമാനപ്പെട്ട നമ്മുടെ സൂചിപ്പിച്ചതുപോലെ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ മോഹൻ സാറും ഇതിനുവേണ്ടി നമുക്ക് കേരളത്തിൽ നിന്ന് സാമ്പത്തിക സഹായം ലഭ്യമായിട്ടില്ലെങ്കിലും കേന്ദ്രത്തിൽ നിന്ന് സാമ്പത്തിക സഹായം ലഭ്യമാകാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയുണ്ടായി. അതിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങളുടെ ഒരു പ്രോജക്റ്റ് ഒരു മീറ്റ് പ്രോസസ്സിംഗ് പ്ലാന്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഹൈടെക് മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ഓട്ടോമാറ്റിക് ഹൈടെക് പ്ലാന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ഞങ്ങൾ പ്രിപ്പയർ ചെയ്യുകയും അത് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്നെ അന്നത്തെ സെൻട്രൽ മിനിസ്റ്ററായിട്ടുള്ള ശ്രീ ശരത് പവാർ മിനിസ്റ്ററുടെ പ്രസൻസിൽ ഞങ്ങളിത് അവതരിപ്പിക്കുകയും ആ പ്രോജക്റ്റ് ഞങ്ങൾക്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ നിന്നും അംഗീകരിച്ച് കിട്ടുകയും ഉണ്ടായി. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയോ? ഇല്ല, അതിൻ്റെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ നിന്ന് ഫുഡ് പ്രോസസ്സിംഗ് മിനിസ്ട്രി ഓഫ് ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രീസ് തന്നെ ഞങ്ങൾക്ക് ഏകദേശം 14,36 ലക്ഷം രൂപ അനുവദിക്കുകയുണ്ടായി. അതിന് മൊത്തം 31.02 കോടി രൂപയാണ് അതിൻ്റെ ചിലവ് വരുന്നത്. എത്ര മൃഗങ്ങളെ കശാപ്പ് ചെയ്യാൻ കഴിയും? ഈ സംസ്കരണശാല വരുന്നതോടുകൂടി ഏകദേശം ഒരു ദിവസം തന്നെ 200 കാള അല്ലെങ്കിൽ പോത്ത് ഇവയെയും ഒരു 200 പന്നികളെയും ഒരു ദിവസം സ്ലോട്ടർ ചെയ്ത് പ്രോസസ്സ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ഒരു മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ഇന്ത്യയിൽ തന്നെ ഇതൊരു ഏറ്റവും ബെസ്റ്റ് പ്ലാന്റ് ആകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എത്ര നാൾ കൊണ്ട് ഇത് കമ്മീഷൻ ചെയ്യാൻ കഴിയും? ഈ പ്ലാന്റിൻ്റെ ഞങ്ങളുടെ ആദ്യത്തെ പ്രോസസ്സിംഗ് എല്ലാം കഴിഞ്ഞു. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ പ്രസൻറ്റ് ചെയ്ത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ഞങ്ങൾക്ക് വന്നു കഴിഞ്ഞു. ഇപ്പോൾ അതിൻ്റെ ടെൻഡർ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞു. അത് വർക്ക് ഓർഡർ തന്നെ നമ്മുടെ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് ഒരു മാക്സിമം 18 മാസത്തിന് മുമ്പ് ഇത് പൂർത്തീകരിച്ച് പ്രവർത്തനം ആരംഭിക്കാനായിട്ടുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോയത്. മിക്കവാറും ഞങ്ങളൊരു 15 മാസം കൊണ്ട് എങ്കിലും തീർക്കണം എന്നുള്ള വാശിയിലാണ് ഞങ്ങൾ. ഈ പ്രോജക്റ്റ് സംസ്ഥാനത്ത് നിലവിൽ വരുന്നതോടെ മാംസോൽപാദന രംഗം അടിമുടിയെന്ന് മാറുകയാണ്. അപ്പോൾ ഇത് കേരളത്തിലെ കർഷകർക്ക്, പ്രത്യേകിച്ചും വളർത്തുമൃഗങ്ങളെയും പക്ഷികളെയും ആശ്രയിച്ച് ജീവിക്കുന്ന കർഷകർക്ക് എത്രത്തോളം പ്രയോജനം ചെയ്യും? തീർച്ചയായിട്ടും ഇതിൽ ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിക്കുന്നത് കർഷകർക്കാണ്. കാരണം ഞാൻ പറഞ്ഞ പോലെ 400 അനിമലിനെ ഒരു ദിവസം പ്രോസസ്സ് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ അത് വരുന്നതോടൊപ്പം ഇതിനെല്ലാം നമ്മുടെ സംഭരിക്കേണ്ടത് കേരളത്തിൽ നിന്ന് സംഭരിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം പ്രോജക്ട്സ്, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പിഗിൻ്റെ പ്രോജക്റ്റ് അത് വിപുലീകരിക്കുക, അതുപോലെ തന്നെ കുട്ടികളെ, കാളക്കുട്ടികളെ അല്ലെങ്കിൽ പോത്തിൻ്റെ കുട്ടികളെ നമ്മുടെ കർഷകർക്ക് നൽകി അവരെ കൊണ്ട് വളർത്തി ബൈബാക്ക് ചെയ്ത് ഇവിടത്തേക്കുള്ള ആവശ്യത്തിനുള്ള ഉരുക്കളെ പ്രൊക്യൂർ ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. തീർച്ചയായിട്ടും അതിന് ഒരു മാർക്കറ്റ് റേറ്റ്, നല്ല റേറ്റ് തന്നെ കൊടുത്ത് തന്നെ ഞങ്ങളതിനെ പ്രൊക്യൂർ ചെയ്യാനായിട്ടാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടൊരു നല്ല ഒരു വരുമാനം, ശരിക്കും പറഞ്ഞാൽ മൊത്തമായിട്ട് കർഷകർക്ക് ഒരു നല്ല വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് അതിലേക്ക് വരാം. ഒരു കോളുണ്ട്. ഹലോ, സ്വാഗതം. കൃഷി ദർശൻ, ആരാണ്? ഹലോ,
എന്റെ ഒരു അജയ് തോമസ് എന്നാണ്, ഞാൻ പെരുമ്പാവൂരിൽ നിന്ന് വിളിക്കുന്നത്. പെരുമ്പാവൂരിൽ നിന്ന് അജയ് തോമസ്. അജയ് ചോദിച്ചോളൂ. സാർ, ഇത് മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യ വളരെ നല്ലൊരു സ്ഥാപനമാണെന്ന് എനിക്കറിയാം. സാർ, പക്ഷെ നിങ്ങളുടെ സാങ്കേതിക വിദ്യയിൽ കുറച്ച് അപര്യാപ്തം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങളുടെ ഏറ്റവും നല്ല സാങ്കേതിക വിദ്യ തരാൻ പറ്റിയ ഒരു ആദിത്യ നായർ എന്ന് പറഞ്ഞ ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു സയന്റിസ്റ്റ്, മീറ്റ് പ്രൊഡക്ട്സിന്റെ ഫിഷ് ആൻഡ് മീറ്റില് വളരെ ഒരുപാട് റിസർച്ച് ചെയ്തിട്ടുള്ള മൈസൂർ സെൻട്രൽ ഫുഡ് ആൻഡ് ടെക്നോളജി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടറായിട്ട് റിട്ടയർ ചെയ്ത അദ്ദേഹം അവിടെ നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. അദ്ദേഹത്തിന്റെ സഹായം നിങ്ങൾ ഉപയോഗിച്ചാൽ വളരെ നല്ല സാങ്കേതിക വിദ്യ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. അജയുടെ ഒരു ഉപദേശമായി അത് കരുതിക്കൊള്ളാം. അല്ല, തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഇതുമായിട്ട് സാങ്കേതിക വിദഗ്ധന്മാരുടെ ഉപദേശങ്ങളും കാര്യങ്ങളും അതുള്ള ജനങ്ങളുടെ ഒക്കെ പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ടെക്നിക്കൽ ആയിട്ട് മുൻപന്തിയിലുള്ള ആൾക്കാരുടെ ഒക്കെ സ്വാഭാവികമായിട്ടും ഞങ്ങൾ അതിനെ 100% നല്ല മനസ്സോടുകൂടി അതിനെ സ്വീകരിക്കും. തീർച്ചയായും അജയ് വളരെ നന്ദി, വിളിച്ചതിന് വളരെ നന്ദി. വീണ്ടും വിളിക്കണം. സാർ, നമ്മൾ ഈ കർഷകർക്ക് പ്രയോജനം ചെയ്യുന്ന വലിയൊരു പ്ലാന്റ് വരുന്നു എന്നാണ് പറഞ്ഞത്. ഏതാണ്ട് ഒരു ദിവസം 200ഓളം വരുന്ന പന്നികളെ 200ഓളം ഉരുക്കളെയും കശാപ്പ് ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക്. അപ്പോൾ ഈ മീറ്റ് പ്രോഡക്ട്സിനെ സംബന്ധിച്ചിടത്തോളം, മീറ്റ് പ്രോഡക്ട്സ് ഓഫ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യം നൽകുന്നത് കമ്പനി കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ഉപഭോക്താക്കൾക്കാണോ അതേ കർഷകർക്കാണോ? അതൊരു വല്ലാത്ത ചോദ്യമാണ് ചോദിച്ചത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവർ രണ്ടുപേരും നമ്മുടെ രണ്ട് കൈകൾ പോലെ രണ്ടുപേരെയും പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ബാധ്യത തീർച്ചയായിട്ടും ഒരു പൊതുമേഖലാ സ്ഥാപനം എന്നുള്ള രീതിയിൽ മീറ്റ് പ്രോഡക്ട്സ് ഓഫ് ഇന്ത്യയ്ക്കുണ്ട്. കർഷകരുടെ ആവശ്യങ്ങൾ കർഷകരെയും സംരക്ഷിക്കുക, അതുപോലെ തന്നെ അവർക്ക് ആവശ്യമുള്ള നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഇൻപുട്ടുകൾ നമ്മൾ കൊടുക്കുക, അതുപോലെ തന്നെ അവർക്ക് മാന്യമായ വില കൊടുത്ത് അത് ബൈബാക്ക് ചെയ്യുക, അതിലൂടെ അവർക്കൊരു അധിക വരുമാനം ഉണ്ടാക്കാനായിട്ടുള്ള അത് ഒരു സൈഡിൽ. മറ്റ് സൈഡിൽ ഏറ്റവും കൂടുതൽ നമുക്കൊക്കെ അറിയാം, നമുക്കിന്ന് ശുചിത്വമായിട്ടുള്ള ഒരു മീറ്റോ മേടിച്ച് കഴിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരവസ്ഥയിലാണ് നമ്മുടെ. അപ്പോൾ ഈ ഒരു അവസ്ഥ ശരിക്കും പറഞ്ഞാൽ അത് മാറിയേ മതിയുള്ളൂ. ഭയമാണിപ്പോൾ നമ്മുടെ ഗുണഭോക്താക്കൾക്ക് അല്ലെങ്കിൽ ഉപഭോക്താക്കൾക്ക് മാംസം കഴിക്കാനായിട്ട് ഓരോ ദിവസം നമ്മൾ കണ്ടുവരുന്ന പ്രവണത അതാണ്. തീർച്ചയായിട്ടും അതിനൊക്കെ വിഭിന്നമായിട്ട് ഈ മീറ്റ് പ്രോഡക്ട്സ് ഓഫ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗുണമേന്മയേറിയ പ്രോഡക്റ്റ് പ്രോസസ്സ് ചെയ്ത് ജനങ്ങളിൽ എത്തിക്കുക, ഗുണഭോക്താക്കളിൽ എത്തിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അത് എന്ത് വില കൊടുത്തും മീറ്റ് പ്രോഡക്ട്സ് ഓഫ് ഇന്ത്യ നിർവഹിക്കും എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. വളരെ നന്ദി. അപ്പോൾ നമുക്ക് സമയക്കുറവുള്ളതുകൊണ്ട് ചുരുക്കാൻ സമയമായി. ഇതിനകത്ത് അതിഥിയുടെ വിലാസം അറിയാൻ പ്രേക്ഷകർക്ക് താല്പര്യമുണ്ടാകും. അതിഥിയുടെ വിലാസം വായിക്കാം. ഡോക്ടർ എം സുരേഷ് കുമാർ, മാനേജിംഗ് ഡയറക്ടർ, മീറ്റ് പ്രോഡക്ട്സ് ഓഫ് ഇന്ത്യ, ഇടയാർ, കൂത്താട്ടുകുളം, എറണാകുളം. ഫോൺ നമ്പർ 9447754091. നമുക്കറിയാം, രുചിയുടെ ഉത്സവങ്ങൾ കൊടിയേറുന്ന മാംസോൽപാദന മേഖലയിൽ സാങ്കേതികവിദ്യയ്ക്ക് മാത്രമല്ല കർഷകർ കൂടി പ്രാധാന്യം നൽകണം എന്നുള്ളതിൻ്റെ സന്ദേശങ്ങളാണ് മാനേജിംഗ് ഡയറക്ടറായ ഡോക്ടർ എം സുരേഷ് കുമാർ അടിവരയിട്ട് പറയുന്നത്. അദ്ദേഹത്തിന് നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം കൃഷിദർശൻ പരിപാടി കാണുകയും പ്രതികരിക്കുകയും ചെയ്യുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. കൃഷി മൃഗസംരക്ഷണവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും വിളിക്കുവാൻ മറക്കരുത്. കൃഷിദർശൻ തത്സമയ ഫോണിൻ പരിപാടി എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം 5:30 DD കേരളം ചാനലിൽ. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. റബ്ബർ പാലുൽപ്പന്ന നിർമ്മാണത്തിൽ പരിശീലനം. 200 കൃഷിഭവനുകളിൽ കാർഷിക കർമ്മസേന പദ്ധതി.
വിശദമായ കാർഷിക വാർത്തകളിലേക്ക്. റബ്ബർ പാലിൽ നിന്നുള്ള ഉൽപ്പന്ന നിർമ്മാണത്തിൽ റബ്ബർ ബോർഡ് പരിശീലനം നൽകുന്നു. റബ്ബർ ബാൻഡ്, കയ്യൂറ, റബ്ബർ നൂൽ, ബലൂൺ തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിൽ ജൂലൈ 21 മുതൽ 25 വരെ കോട്ടയത്ത് റബ്ബർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പരിശീലനം നൽകും. പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ 0481 235 3325 എന്ന നമ്പറിലോ 0481 235 3127 എന്ന നമ്പറിലോ വിളിക്കുക. കാസർഗോഡ് ജില്ലയിലേക്കുള്ള ജൈവവളങ്ങൾ, ജീവാണുവളങ്ങൾ, നോൺ എഡിബിൾ ഡിവോയിൽഡ് കേക്കുകൾ എന്നിവ നിർമ്മിക്കുന്നതിനും സ്റ്റോക്ക് ചെയ്യുന്നതിനും വിതരണം ചെയ്യുന്നതിനും അതത് കൃഷിഭവനുകളിൽ ലൈസൻസിന് അപേക്ഷിക്കണമെന്ന് പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 0499 4255 346 എന്ന നമ്പറിൽ വിളിക്കുക. തിരുവനന്തപുരം കൊടപ്പനക്കുന്ന് ലൈവ് സ്റ്റോക്ക് ഫാമിൽ CO3, CO4 ഇനത്തിൽപ്പെട്ട ഹൈബ്രിഡ് നേപ്പിയർ പുൽക്കടകൾ 30 പൈസ നിരക്കിൽ വിൽപ്പന നടത്തുന്നു. ആവശ്യമുള്ളവർ ഫാമുമായി ബന്ധപ്പെടേണ്ട നമ്പർ 0471 2732962. കാർഷിക മേഖലയിൽ 1 ലക്ഷം യുവാക്കളുടെ തൊഴിൽദാന പദ്ധതിയിലെ ഗുണഭോക്താക്കൾക്ക് വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നു. 700 ഹെക്ടറിൽ വാഴയുടെ വിസ്തൃത വ്യാപനത്തിന് 0.1 ഹെക്ടറിന് 5250 രൂപ നിരക്കിൽ 0.5 ഹെക്ടർ വരെ സഹായം ലഭിക്കും. നാളികേര നഴ്സറികൾ സ്ഥാപിക്കാൻ പരിശീലനവും ഒരു നാളികേര നഴ്സറിക്ക് 1 ലക്ഷം രൂപ വീതം 28 നഴ്സറികൾ സ്ഥാപിക്കാൻ സഹായവും നൽകും. കോഴിക്കോട് പുറമേരി കൃഷിഭവനിലും വാണിമേൽ കൃഷിഭവനിലും തെങ്ങിൻ തൈകൾ 60 രൂപ നിരക്കിൽ വിൽപ്പനയ്ക്ക് എത്തിയിട്ടുണ്ട്. താൽപ്പര്യമുള്ള കർഷകർ പേര് കൃഷിഭവനിൽ രജിസ്റ്റർ ചെയ്യണം. കാർഷിക മേഖലയിലെ തൊഴിലാളിക്ഷാമം പരിഹരിക്കാൻ 200 പഞ്ചായത്തുകളിൽ കാർഷിക കർമ്മസേന പദ്ധതി നടപ്പിലാക്കുന്നു. 1 കോടി രൂപയാണ് പദ്ധതിക്ക് വകയിരുത്തിയിട്ടുള്ളത്. നിലമൊരുക്കൽ, സംസ്കരണം തുടങ്ങി യന്ത്രങ്ങളുടെ അറ്റകുറ്റപ്പണിക്ക് വരെ ഇവരുടെ സേവനം ലഭ്യമാക്കും. കൃഷി ഓഫീസർ കൺവീനറും പഞ്ചായത്ത് പ്രസിഡന്റ് ചെയർമാനുമായിട്ടുള്ള സമിതിയാണ് കർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നത്. ചെങ്ങന്നൂർ സെൻട്രൽ ഹാച്ചറിയിൽ ഈ മാസം 15, 16, 17 തീയതികളിൽ മുട്ടക്കോഴി വളർത്തലിലും 22, 23, 24 തീയതികളിൽ ഇറച്ചിക്കോഴി വളർത്തലിലും പരിശീലനം നൽകുന്നു. താൽപ്പര്യമുള്ള കർഷകർ 0479 245 2277 എന്ന നമ്പറിൽ വിളിക്കുക. പാലക്കാട് ലക്കിടി കൃഷിഭവനിൽ കുരുമുളക് തൈകൾ സൗജന്യ വിതരണത്തിന് തയ്യാറായിട്ടുണ്ട്. ആവശ്യമുള്ളവർ തനത് വർഷത്തെ നികുതി രസീതിന്റെ പകർപ്പ്, ബാങ്ക് പാസ്ബുക്കിന്റെ ആദ്യ പേജിന്റെ പകർപ്പ് എന്നിവ സഹിതം നിശ്ചിത ഫോറത്തിൽ അപേക്ഷ സമർപ്പിക്കണമെന്ന് കൃഷി ഓഫീസർ അറിയിക്കുന്നു. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചിയിൽ 15,000 രൂപ, കോഴിക്കോട് 15,500 രൂപ, തൃശ്ശൂരിൽ 14,900 രൂപ. കൊപ്ര കൊച്ചിയിൽ 10,350 രൂപ, കോഴിക്കോട് 10,250 രൂപ, തൃശ്ശൂരിൽ 9,910 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 72,000 രൂപ, ഗാർബിൾഡ് 74,500 രൂപ. ചുക്ക് മീഡിയം 31,000 രൂപ, ബെസ്റ്റ് 32,500 രൂപ. മഞ്ഞൾ സേലം 7,000 രൂപ, ഈറോഡ് 7,200 രൂപ. അടയ്ക്ക പുതിയത് 29,000-നും 30,000-നും മധ്യേ. കൊച്ചിയിൽ റബ്ബർ 5 ഗ്രേഡ് 13,500 രൂപ, 4 ഗ്രേഡ് 14,200 രൂപ. കോട്ടയത്ത് റബ്ബർ 5 ഗ്രേഡ് 13,550 രൂപ, 4 ഗ്രേഡ് 14,300 രൂപ. കമ്പോള നിലവാരം കൊച്ചി. വെളിച്ചെണ്ണ 15,000 രൂപ, കൊപ്ര 10,350 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,100 രൂപ, റോട്ടറി 3,000 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 72,000 രൂപ, ഗാർബിൾഡ് 74,500 രൂപ. ചുക്ക് മീഡിയം 31,000 രൂപ, ബെസ്റ്റ് 32,500 രൂപ. മഞ്ഞൾ നാടൻ 6,200 രൂപ. അടയ്ക്ക പുതിയത് 29,000-നും 30,000-നും മധ്യേ. ജാതിക്ക തൊണ്ടൻ 225-നും 275-നും മധ്യേ. തൊണ്ടില്ലാത്തത് 450-നും 500-നും മധ്യേ. ജാതിപത്രി 750-നും 900-നും മധ്യേ. ഗ്രാമ്പു 900-നും 1,050-നും മധ്യേ. റബ്ബർ RSS 5 ഗ്രേഡ് 13,500 രൂപ, 4 ഗ്രേഡ്
14,200 രൂപ. ഒട്ടുപാൽ 9,300 രൂപ. ലാറ്റക്സ് 10,500 രൂപ. ഇനി കാലാവസ്ഥ. പ്രധാന നഗരങ്ങളിൽ രേഖപ്പെടുത്തിയ താപനില: കണ്ണൂർ കൂടിയ താപനില 28.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 26.1, 23.3. കൊച്ചി 29.6, 23.6. ആലപ്പുഴ 27.2, 23.8. പുനലൂർ 29.6, 22. തിരുവനന്തപുരം കൂടിയ താപനില 29.7 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.